മാപ്സ്റ്റിക് ചാറ്റ്സിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും അറിയുന്ന 2 പേരാണ്. ആരാന്നല്ലേ? അപ്പൊ നമ്മുടെ ആറാട്ടണ്ണനും പ്രസംഗണ്ണനാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് ചാറ്റ്സ്. അപ്പൊ ആറാട്ടണ്ണൻ പ്രസംഗണ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു പേര് നല്ല പരിചിതം. അപ്പൊ ശരിക്കും നിങ്ങളുടെ പേര് എന്താണെന്നും കൂടെ ശരി നമ്മൾ ആൾക്കാരോട് പറയണ്ടേ. അപ്പൊ സന്തോഷ് വർക്കിയും അലിൻ ജോൺസ് പേരാണ് അല്ലേ? അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ സിനിമ റിവ്യൂസ് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മുടെ മുഴുവൻ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണോ? സിനിമ എനിക്കൊരു ഹോബിയാണ്. സിനിമ കാണാൻ ഇഷ്ടമാണ്. പണ്ട് ക്രിക്കറ്റ് ആയിരുന്നു ചെറുപ്പത്തിലല്ലേ, ഇപ്പൊ സിനിമയാണ്. വേറെ ഹോബീസ് ഒന്നും ഇല്ല. എന്റെ അഭിപ്രായത്തിൽ സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണ്, ഒരു ചെറിയൊരു പാഷൻ ഉണ്ട്. സിനിമയുടെ അത്ര ഭ്രാന്തൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ചോളം സിനിമ എന്റർടൈൻമെന്റ് അല്ല, സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാൻ മീഡിയ മെസ്സേജ് കൊടുക്കുന്ന ഒപ്പം എന്റർടൈൻമെന്റ്. പിന്നെ എനിക്ക് പറയാനുള്ള സിനിമ ഒരു ബിസിനസ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയിൽ വിജയിക്കുന്ന ചിത്രങ്ങൾ കുറവാണ്. സിനിമ വളരെ കലാപരമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അരവിന്ദൻ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഹോബിയും പാഷൻ എന്നാണ് എന്തെങ്കിലും അതിലേക്കൊരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആക്കണം എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് സിനിമ? എനിക്ക് റിവ്യൂ മാത്രമേ താല്പര്യമുള്ളൂ. പക്ഷെ വളരെ നിർബന്ധത്തിൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ റിവ്യൂ അത്രേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ നടന്മാര് തന്നെ ഇപ്പൊ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലേക്ക് നമ്മളൊരു അതിഥിയായിട്ട് കയറ്റാനായിട്ട് അവർക്ക് താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ വൈറലായതിന്റെ പിറ്റേ ദിവസം തന്നെ ചാൻസ് കിട്ടിയാണ് സിനിമയിലേക്ക് നല്ല വേഷം. പക്ഷെ പുള്ളിക്ക് അത്യാവശ്യം വേഷം സിനിമയിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ക്യാരക്ടർ ചെയ്തു. പറയുന്നില്ല, ഒരു മെഗാസ്റ്റാറിന്റെ പടമാണ് അപ്പൊ വരും. മെഗാസ്റ്റാർ ഉണ്ട്. അത് പറയില്ല, ലൊക്കേഷനിൽ പോയതാ. പുള്ളിക്ക് ക്യാരവാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ക്യാരവാന്റെ സൈഡിൽ പോയി നിന്നായിരുന്നു. പറയാൻ പാടില്ല. പൊതുവെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കോമാളി ഇമേജ് ആണ്. അതെങ്ങനെ ഒന്നും അറിയില്ല. ഈ റിവ്യൂകൾ പറയുന്നോണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് വന്നേന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ നമ്മള് ഭയങ്കര ആക്റ്റീവായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് റിവ്യൂ അല്ല, മീഡിയ പലപ്പോഴും നമ്മളെ കാണിക്കുന്ന ആ രീതിയിലാണ്. പിന്നെ ട്രോള് കുറെ വന്നിട്ടുണ്ട്. അത് കണ്ടാണ് ആൾക്കാർ കളിയാക്കി ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഞാൻ ആരാണെന്ന് ആർക്കൊന്നും അറിയില്ല. അപ്പൊ ഒരു എന്താ അങ്ങനെ ഒരു രീതിയിൽ ഇമേജ് മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വയമായിട്ട് അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും? എന്റെ ഒന്നും പ്ലാൻഡ് അല്ല. ഞാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല. ഞാൻ ഇമേജ് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ ഒരുപാട് ഗുണമുണ്ടായിരുന്നു. പുള്ളി എല്ലാം പ്ലാൻ ചെയ്ത് വന്നാണ്. ശരിയാണ്. ഞാൻ നമ്മളെ എല്ലാ റിവ്യൂ പറയുന്നത് പ്ലാൻ ചെയ്യുന്നതല്ല. എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടൊരു റിവ്യൂ പറയാൻ പോകുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ എടുക്കാറുണ്ട്? ഇങ്ങനെ ട്രെയിലർ കണ്ടിട്ട് എടപ്പള്ളി പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നത്. എടപ്പള്ളി പോയി പ്രാർത്ഥിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ട്രെയിലറൊക്കെ കണ്ടിട്ട് സെറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ മീഡിയക്കാരെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ആർട്ടിസ്റ്റ് ഇങ്ങനെ സംഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറൊക്കെ ഉണ്ട്. പുള്ളി എല്ലാ പടത്തിലും പോസിറ്റീവ് റിവ്യൂ ആണ്. കാരണം സിനിമയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് മനസ്സിലാത്ത കാര്യമാണ്, പുള്ളി ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. കുറച്ച് കോമാളത്തെ കണ്ടു, അതിന് ഇത്രയും തെളിവിക്കേണ്ട ആവശ്യമുണ്ടോ? കോമാളത്തൊന്നും ഡാൻസും പാട്ടും ചെയ്തു. അത് ഞാൻ പണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല ആൾക്കാർ കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ കുറെ അസൂയെന്ന് തോന്നും. എന്റെ അടുത്ത് ദേശീയ കാറുണ്ട്. ഞാൻ ചിലരെ കുറിച്ചല്ല പോസിറ്റീവ് അപ്പൊ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇപ്പൊ ആറാട്ട് നെയ്യാറ്റിൻകരകൊണ്ട് ആറാട്ട് പറഞ്ഞ സിനിമയിൽ നിന്നൊരു റിവ്യൂ പറഞ്ഞിട്ടാണ് ആറാട്ടന്നെ ഇങ്ങനെ റിവ്യൂലായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ ഓരോ സിനിമ കഴിയുമ്പോഴും റിവ്യൂ ചോദിക്കാൻ വേണ്ടിയിട്ട് മീഡിയ ആണെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പൊ ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പറയാൻ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചു? ഒന്നും പ്ലാൻ ചെയ്തില്ല. അങ്ങനെ പ്ലാൻ ചെയ്തെങ്കിൽ ഇപ്പൊ എന്റെ കുറെ പെണ്ണുങ്ങളെല്ലാം വന്നതാണ്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഓരോ സംഭവം ഏത് സംഭവമാണെങ്കിലും സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഈ അടുത്തിപ്പോ നമ്മൾക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ മാർച്ച് 10 ആകുമ്പോഴത്തേന് അതിന്റെ അനൗൺസ്മെന്റ് എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്നത്. അതിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? എന്നെ വിളിച്ചിട്ടില്ല സാറേ. എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ PhD ഉണ്ട്. ഡോക്ടറേറ്റിന് ക്യാപ്പ് എടുക്കാൻ പറ്റില്ല. ഞാൻ മദർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എന്നെ വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇയാളുടെ പേര് റെക്കമെൻഡ് ചെയ്യും. ഇയാൾക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും അതിലുണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ? നമ്മള് മീഡിയയിൽ കണ്ട് എടുക്കുന്ന ആങ്കേഴ്സ്മാരുണ്ടാവും. പാർവതിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു.
ഉണ്ടെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വരണമെന്ന് ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? ചെയ്ത്താൻ വരുന്ന ആളുണ്ട്. ചെയ്ത്താനും മോഹൻലാലോട് എങ്ങനെ സംസാരിക്കുന്നു കാണാൻ. ചെയ്ത്താൻ വന്നിട്ട് ചെയ്ത്താൻ മോഹൻലാൽ എങ്ങനെ ഫേസ് പിന്നെ മസ്താനി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മസ്താനി വെറൈറ്റി മീഡിയ ആങ്കർ. അല്ല, അതൊരു മീറ്റിംഗ് ആയി ചെയ്ത്താനും മോഹൻലാലോ. അത് അടിപൊളി മീറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ചെയ്ത്താൻ വരാൻ സാധ്യത കുറവായിരിക്കും. സീക്രട്ട് റേഞ്ച് ചിലപ്പോ വരും, ലിസ്റ്റിലൊക്കെ ഉണ്ട് സീക്രട്ട് റേഞ്ച്. സീക്രട്ട് ഏജന്റ്. പിന്നെ ഇപ്പോ നിങ്ങൾക്ക് അറിയപ്പെടുന്ന പേര്, ഇപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, സന്തോഷ് വർക്കി അല്ലെങ്കിൽ അലിൻ ജോസ്, അതിനേക്കാളും എല്ലാരും നോട്ട് ചെയ്യുന്ന പേരാണ് ഈ ആറാട്ടണ്ണൻ, പ്രസംഗണ്ണൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു നിക് നെയിം നിങ്ങൾക്ക് അത്ര ഇഷ്ടം? ആറാട്ടന്റെ പേര് എനിക്ക് ഇട്ടതാണ്, പ്രസംഗയുടെ പുള്ളിയെ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയല്ല, അത് ഫിലിം യൂണിവേഴ്സ് ഇട്ടതാണ്. ഞാൻ തന്നെ ഇട്ടു, ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ഈ രണ്ട് പ്രസവാണെന്നൊക്കെ വിളിക്കുന്നത്. പ്രസവിക്കാനായിട്ട് എനിക്ക് ഭാര്യയില്ല, കുട്ടികളില്ല. അല്ല, തനിക്ക് പ്രസവിക്കാൻ ആടല്ലേ. ആണെങ്കിൽ പ്രസവിച്ച എത്രയൊക്കെ ഉണ്ട്, എന്തായാലും ഉണ്ട് പല വിദേശത്ത്. അപ്പൊ ഈ രണ്ട് പേരുകള് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണോ, അത് എന്തെങ്കിലും മാറ്റിയാൽ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടോ ഈ പേര്? ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല, പേര് കിട്ടുന്നതൊക്കെ. തിരിച്ചു വീണ്ടും സന്തോഷ് വർക്കിന്റെ ആൾക്കാരെ അറിയാം. എനിക്ക് ആറാട്ടനെ വിളിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആൾക്കാർ ആറാട്ടനോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കാണാം. എവിടെ ചെന്നാലും കേൾക്കാം. ഇപ്പൊ ലൂലുമാളിൽ പോയാൽ സെൽഫി എടുക്കാൻ വരിക, എനിക്ക് കുഴപ്പമില്ല. അലിൻ ജോസിന് എന്തെങ്കിലും മാറ്റണം തോന്നിയിട്ടില്ല. രണ്ടുപേരും പുള്ളിയുടെ പേര് ആദ്യം പെരേറ ഇടാൻ വേണ്ടിയിരുന്നത്. ആ ആൾക്കാർ നോട്ട് ചെയ്യും. അപ്പൊ പുള്ളി ഒരു പുള്ളി അലൻ ജോസ് പെരേറ അങ്ങനെ പറയണോ. ഈ പെരേറാണ് ഈ സിനിമയിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഈ അതാ കുറച്ച് സ്ട്രൈക്ക് ചെയ്യുന്ന പേരാ. അലൻ പറഞ്ഞാൽ അത് നോട്ട് ചെയ്യില്ല. ഇപ്പൊ മീഡിയക്കാരാണ് ചില സമയത്ത് പല പേര് വിളിക്കാറുണ്ട്. ജോസ് പെരേര, അലിൻ ജോസ് പെരേര അങ്ങനെ. ഞാൻ പുള്ളി സമ്മതിച്ചു കൊടുക്കണം. പുള്ളി സ്വന്തമായി പ്ലാൻ ചെയ്തെല്ലാം നേടിയല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അപ്പൊ തന്നെ ട്രോള് വരുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യലാണ്. ഓരോ വേർഡ് പറയുന്ന എല്ലാം പ്ലാൻഡ് ആണ്. ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് ട്രോളാണ്. ഈ ട്രോള് ഇഷ്ടംപോലെ നിങ്ങളുടെ പേര് ഇപ്പൊ ഒരു വീഡിയോ നിങ്ങളുടെ ഇറങ്ങുമ്പോഴത്തേക്കും ട്രോളായിരിക്കല്ലോ. അപ്പൊ അങ്ങനെ ട്രോളുകൾ വരുമ്പോ അത് ആസ്വദിക്കാറാണോ അതോ എന്തെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ട്രോള് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എന്റെ ട്രോള് കൂടെ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ട്രോള് വന്നുകൊണ്ടാണ് പെൺകുട്ടികളെ ട്രോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് വെച്ച് നമ്മളെ കളിയാക്കുക. പല പെൺകുട്ടി നമ്മളെ കാണുമ്പോൾ അപ്പത്തന്നെ ചിരിയാണ് അവർക്ക്. പണപ്പോഴും ചിരിക്കണമല്ല, അവർക്ക് കാണുമ്പോൾ ചിരി ഇതാണ്. അതിന് ട്രോള് കാരണമോ? എനിക്കല്ലെങ്കിൽ ട്രോളായിട്ട് പ്രശ്നമൊന്നുമില്ല. ട്രോള് പലപ്പോഴും ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടി തമാശ എടുത്താൽ ക്രിയേറ്റീവ് വർക്കാണ്. തമാശ എടുത്താൽ ഭ്രാന്തന്മാരായിട്ടൊക്കെ ചിത്രീകരിക്കണമെന്നുണ്ട് ട്രോളിന്. അത് വിചാരിച്ചതും കാര്യമൊന്നുമില്ല. നമ്മള് മറ്റേ ലൈം ലൈറ്റ് കാണിക്കുന്ന പോലെ അല്ല, അത് റിയൽ ലൈഫിൽ നമ്മൾ ചിരിക്കാറില്ല. അല്ല, സെൽഫി എടുക്കാനും ഫോട്ടോഗ്രാഫ് എടുക്കാനും ആളുകൾക്ക് വരാറുണ്ട്. ആൺകുട്ടികൾക്ക് വരാറുണ്ട്. പണ്ട് ആളുകൾ ചിരിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക്. പക്ഷെ ഇപ്പൊ കാണുമ്പോ ചിരിക്കാറുണ്ട്. സീരിയസ് ആണ്. പക്ഷെ ആ ഒരു ലൈം ലൈറ്റ് വരുമ്പോ മാത്രമാണ് വേറൊരു അലിൻ ജോസിനെ കാണാൻ പറ്റുന്നത്. എല്ലായിടത്തും ഒരേപോലെയാണ്. ഞാൻ പക്ഷെ പ്രത്യേകിച്ച് വേറിട്ടൊരു ചിന്താഗതി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഇപ്പൊ മമ്മൂക്കയാണെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണുമ്പോൾ ചിരിക്കും. പിന്നെ പൊതുസമൂഹത്തിൽ വെച്ച ആൾക്കാരെ കാണുമ്പോൾ അത്ര ചിരിക്കാറുണ്ട്. അതുപോലെയാണ് മമ്മൂക്ക പോലെയാണ്. മമ്മൂക്ക പോലെ ഈ ലൈക്ക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടണം. ചെയ്തിട്ടുണ്ടല്ലോ. അഞ്ജന മോഹന് ഷെയ്ക്കാൻ കൊടുത്തത്. പിന്നെ അഞ്ജന മോഹനെ എപ്പോഴും നമ്മള് മറ്റു വർത്താനം പറയുന്നവരെക്കാണ് കൂടുതലും സംസാരിക്കാൻ പറ്റുന്നത്. ഒരു SMS സീരീസ് വന്ന ആക്ട്രസ് ആണെങ്കിൽ കൂടി അടുത്തേക്ക് ചെല്ലൂല. പക്ഷെ നമ്മളങ്ങനെ ഇന്ന കണ്ടനൊന്നും ഇല്ല. നമുക്ക് എല്ലാം ഇഷ്ടമാണ്, എല്ലാം കാണാറുണ്ട്, എല്ലാ കണ്ടന്റും കാണാറുണ്ട്. ഫെയിം എൻജോയ് ചെയ്യണ്ട, എനിക്ക് കിട്ടുന്ന ഫെയിം എൻജോയ് ചെയ്യണ്ട, അതിലൊന്നും പറയാനില്ല. ഫെയിം എൻജോയ് ചെയ്യണ്ട. നാളെ ഒരു ദിവസം മറ്റേ പച്ചക്കറി മേടിച്ചിട്ട് പോയല്ലേ? എന്താ സംഭവം? പച്ചക്കറി കിട്ടിയാണ്. അതല്ല, ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ, വീട്ടിലെ കാര്യം വാങ്ങിച്ചോണ്ട് പോയതാണ്. തിയേറ്ററിലൂടെ പോയപ്പോഴേ പച്ചക്കറി ആയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് പോകുമ്പോ അവരാ പറഞ്ഞു നമുക്ക് ബൈറ്റ് വേണോ, അങ്ങനെ കൊടുത്താണ്. എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്. എനിക്ക് വീട്ടിലെ കാര്യം ചെയ്യണം, PhD ചെയ്യണം, ഫിലിം റിവ്യൂ ലാസ്റ്റാണ് ചെയ്യുന്നത്. ശരി. എന്നും കൂടി അണ്ണന്റെ വീട്ടിൽ പോയപ്പോ അണ്ണൻ പെയിന്റ് അടിക്കുകയാണ്. പെയിന്റ് വേറെ ആൾ പെയിന്റ് അടിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് പറയണേ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ PhD ആണ് മെയിൻ ആയിട്ട് കരിയർ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നത്. അപ്പൊ ഈ PhD 2 വർഷമായി ഇപ്പൊ. അപ്പൊ PhD ചെയ്യുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് അതിലോട്ട് ഇൻവോൾവ് ചെയ്യും. ഞാൻ എല്ലാവരും മാനേജ് ചെയ്യാം. ഈ ഫെയിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടില്ല, അപൂർവമായിട്ട് കിട്ടണം. അപ്പൊ അത് കളയാൻ താല്പര്യമില്ല.
എല്ലാവരോടും മൾട്ടി ടാസ്കിങ് ചെയ്യാം. ഇപ്പം അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, PhD എല്ലാവരോടും ബാലൻസ് ചെയ്യാം. ഞാൻ ബേസിക് എഞ്ചിനീയറാണ്, പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ഫിലോസഫി സയൻസിലാണ്. സ്കോളർഷിപ്പ് എനിക്ക് 3 ഹോളിഡേ എൻട്രൻസ് കിട്ടിയത്, നെറ്റ് JRF ഗേറ്റിൽ കിട്ടിയതാണ്, IIT ചാൻസ് കിട്ടിയതാണ്. അത് മീഡിയ ഉണ്ടാക്കിയതാണ്. ഇയാൾ മണപ്പൂർവ്വം കാണിച്ചിട്ട് പറയാം, ഡാൻസ് പാടില്ല, ഞാൻ മണപ്പൂർവ്വം ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ അങ്ങനെ പ്രൊജക്ട് ചെയ്യാണ്. ഞാൻ പറയാത്ത കാര്യം മീഡിയ പറയുന്നുണ്ട്. ഒരിക്കൽ നിഖില വിമലിനെ കണ്ടിട്ട് പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു നിഖില വിമൽ വയർ നിറയെ കൊടുത്തു. പുള്ളിക്കാരി മര്യാദ സംസാരിച്ചതാണ്. കഷ്ടമാകാൻ പാടില്ല. ഒരാൾ ഇഷ്ടമാണ് മോശം കാര്യമാണ്. നമ്മളാ ഒരു വേറെ മോശയിലൊന്നും കാണില്ലല്ലോ. അതിൽ സീരിയസ് ആയിട്ട് ക്ലാസ്സിൽ നിത്യ കുറച്ചായിട്ട് ബാക്കിയെല്ലാം തമാശയ്ക്കും മീഡിയ ഉണ്ടാ. എന്ത് പറഞ്ഞാൽ ഇപ്പം ഇന്നാളെ ഞാൻ വീഡിയോ ഇട്ടു, മൈമ നമ്പിയാർ കാണാനുള്ള ഭംഗിയുണ്ട്. അല്ല ഞാൻ ക്രഷാണ് പറഞ്ഞില്ല, വളരെ ക്യൂട്ടാണ്, നല്ല ചാണ്. അപ്പോഴേക്കും ആകുമ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത് അത് ക്രഷാണ്. ഞാൻ ക്രഷാണ് പറഞ്ഞത്. ഫേസ്ബുക്ക് കൺട്രോൾ ചെയ്യണ്ടാരെങ്കിലും ഇല്ലല്ല, ഞാൻ തന്നെ കുറെ ഹോട്ട് പിക്ചർ ഒക്കെ വരുന്നുണ്ടല്ലോ അതിനകത്ത്, ഹോട്ട് വീഡിയോസ് ഒക്കെ, ചില റൈറ്റിംഗ്സ് ആണോ അല്ല ഹോട്ട് മറ്റേ അത് ഞാൻ ഇട്ടതാണ്. ഞാൻ ഒരുപാട് 800 കോട്ടിൽ ബുക്ക് ചെയ്ത ആളാണ്. ആമസോൺ പബ്ലിക് കോട്ടിൽ ഞാൻ സ്വന്തമായിട്ട് എഴുതുന്നതാണ്. കോട്ടല്ല, മറ്റേ സെക്സി ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ എടുത്തിടാറുണ്ടല്ലോ ഫേസ്ബുക്കിന്റെ കാണാറുണ്ടല്ലോ, കാണാൻ ചെയ്യണല്ല. അത് ഞാനല്ല അല്ലല്ലേ, കുറെ തണ്ടുകള് ഫേസ്ബുക്ക് വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അറിയില്ല, ഫേക്ക് അക്കൗണ്ട് പോയി കുറെ ചെയ്യുന്നുണ്ട്, കുറെ കാളവറക്കി എന്നൊക്കെ പറഞ്ഞു കുറെ ഇതിലാണ് കാളവറക്കി അവന്റെ പേര് വെച്ചിട്ടെ. ധാരാളം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാ. പിന്നെ ഒരു പിന്നെ ഒരു പ്രശ്നമുള്ളത് മറ്റേ പറയാത്ത കാലം മിയ ഖലീഫയ്ക്ക് ഞാൻ എന്ത് ചെയ്തി, എനിക്ക് നിങ്ങളെ കാണണം. ഞാനത് ഇവര് അലൻ ജോസിന്റെ തുടർന്നുള്ള ആള്. ഇങ്ങനെ പറഞ്ഞ ഞാൻ ഇടാത്ത കാര്യങ്ങളാണ്. അതായത് മിയ ഖലീഫയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു വന്നു. എന്നിട്ട് അതൊരു സ്ക്രീൻഷോട്ട്. ഇത് ടെക്നോളജി മിസ്യൂസ് ചെയ്യുകയാണ്. നമ്മളൊരു ഫ്രണ്ട്ലിയാണ്, നമ്മൾ വേറെ ബന്ധങ്ങളും മിയ ഖലീഫയായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വേറെ എനിക്ക് ഇതാണ്. അത് ഞാൻ ഇടാത്ത കാര്യം, ആൾക്കാർ വിശ്വസിക്കുകയാണത്. ഇതുവരെ അടിച്ചിട്ടില്ല. പൊതുവെ ഒരു കാര്യമാണ്, ആൾക്കാർക്ക് അതൊക്കെ നല്ലത് വേണ്ട, നെഗറ്റീവാണ് വേണ്ട. ഞാൻ 800 കോട്ടിൽ ബുക്ക് ചെയ്തപ്പോൾ ഒറ്റ കോപ്പിൽ വിറ്റുപോയില്ല. കാരണം ഫിലോസഫിയുണ്ട്, എല്ലാവർക്കും വേണ്ട മസാലയാണ്. മസാലയല്ല, ഇപ്പൊ സിനിമയിൽ തന്നെ സെക്സ് വയലൻസ് കാണിക്കുകയാണത് ആൾക്കാർക്ക് വേണ്ടത് അതാണ്. ഇപ്പൊ ആൾക്കാർക്ക് നല്ല വേണമെങ്കിൽ മീഡിയ തന്നെ കാണിച്ചാണ്. ഇതിപ്പോ നെഗറ്റീവ് കൊണ്ടാണ് നമ്മളും കാണിക്കുന്നത്. കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് അവിടെ ആയതുകൊണ്ടാണ് ഇത്ര വൈറലായത്, അല്ലെങ്കിൽ ഇത്ര വൈറലാവില്ല. അവിടെ മീഡിയം എല്ലാ മീഡിയം വരും, കാസ്റ്റ് ആംഗിൾ വരുന്നോണ്ടാണ്. ഇവിടെ ഞാൻ ബാന്ദ്രയുടെ റിവ്യൂല് പുറത്താക്കിയപ്പോഴും പിന്നീട് നമ്മൾ റിവ്യൂ പറയാൻ ചെന്നു. അപ്പൊ ഈ ആ ഒരു സ്ഥലമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, അവിടെ ആ തിയേറ്ററിൽ വെച്ച് നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസിൽ ഒരു വേർസ്റ്റ് എക്സ്പീരിയൻസും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഏതാണെന്ന് എന്നെ അടിക്കുകയില്ലേ, അങ്ങനെ ഉണ്ട്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആർട്ടിസ്റ്റിലേക്ക് കാണാം, മീഡിയക്കാർ ഫെയിം ഉണ്ടാവും. ഫെയിം കിട്ടിയത് അവിടെയാണല്ലോ. ഒരുപാട് എല്ലാ ആഴ്ചയും ആർട്ടിസ്റ്റിലേക്ക് കാണാൻ പറ്റും. എന്നാലും ഇപ്പൊ ഫെയിം കിട്ടുന്ന അല്ലാണ്ട് എന്തെങ്കിലും ബെസ്റ്റ് ലൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് നിങ്ങൾ റിവ്യൂ പറയുമ്പോഴും ആൾക്കാരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഒരുപാട് പേര് ഞാനിപ്പോ ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് ആർട്ടിസ്റ്റിൽ ഒരുമിച്ച് പറഞ്ഞു. ധ്യാൻ ശ്രീനിവാസൻ ഒപ്പം പറഞ്ഞു, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇറക്കി വിട്ടല്ലേ മീഡിയ, ഒരു സിനിമയുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്തു. എനിക്കാ ആ സമയത്ത് ആരും തെഞ്ഞു നോക്കിയില്ല. അത് വിഷമമാണ്. മീഡിയക്കാരല്ല രക്ഷിക്കേണ്ട വയറ് ആ സമയത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയും ചെയ്തു. ആദ്യം മുങ്ങിയ ആള് പുള്ളിയാണ്. അല്ല, ആ സംഭവം നടന്നപ്പോ ആദ്യം മുങ്ങിയ ആള് പുള്ളിയാണ്. ഞാനും മറ്റേ ഗോവിന്ദ് പത്മസൂര്യ ഉണ്ടല്ലോ, പുള്ളിയായിട്ട് തിയേറ്ററിനുള്ളിൽ കയറി പേടിച്ചിട്ട് ഒറ്റ മുങ്കല്. പിന്നെ ആളെ കണ്ടിട്ടില്ല ആളെ. പിന്നെ കണ്ടത് രാത്രി ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാനായിട്ട്. ഞാൻ കേസ് അവിടെ പേടിച്ച സമയത്ത് പുള്ളി അത് പറയാടാ, പുള്ളിയുടെ വീഡിയോ ഇടണോ വൈറലാവും. തലവരച്ചവന്റെ പണ്ട് വൈറലായി. അത് കാര്യം
ആ സമയത്ത് റോൾ അത് ഒരു 2-3 മാസം പൊട്ടിക്കൽ പിടിച്ചേട്ടാ അതുപോലെ ടെൻഷൻ ചെയ്ത സമയത്താണ്. അത് റീച്ചുള്ള സമയത്തല്ലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതുപോലെ എന്റെ അവസ്ഥ മനസ്സിലാക്കട്ടെ, ഞാൻ ഇവിടെ കേസാവും വല്ല ടെൻഷൻ എന്ന് പറയണ്ട, അവന്റെ വീഡിയോ ഇടണോ ഇപ്പൊ റീച്ച് കിട്ടു വന്നു. ഈ തലതെറിച്ചതിന്റെ കഥയുടെ പിറകിൽ എന്തായിരുന്നു, എങ്ങനെയാണ് അത്? സ്റ്റോറി ഐഡിയ വേറെ ആയിരുന്നു, ജയൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ആയിരുന്നു. അപ്പൊ അത് പുള്ളി ചെയ്തു. പിന്നീട് അതിന്റെ പേരില് വൈറലായും ചെയ്തു, പ്ലസ് കുറെ ട്രോൾസും വരുന്നുണ്ട്. അതിന്റെ 2ാം ഭാഗത്തിൽ ഡാഡിനെ കൊണ്ടുവന്നു, അത് ഭയങ്കര ഹിറ്റായിരുന്നു. പുള്ളി ഈ കളിയാക്കാൻ പുള്ളിക്ക് കുഴപ്പമില്ല, എന്നെ കട തൊലിക്കട്ടി എത്ര കളിയാക്കാൻ കുഴപ്പമില്ല. അപ്പൊ ആരെങ്കിലും എന്നെ മോശം പറഞ്ഞാൽ പുള്ളി റിയാക്ട് ചെയ്യില്ല, ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് വരും. പോസിറ്റീവ് പോസിറ്റീവായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ടൊന്നും എടുക്കാറില്ല. അപ്പം നിങ്ങളിപ്പോ സിനിമ ഇഷ്ടംപോലെ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ അടുത്ത കണ്ടിയില് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ഭയങ്കര മോശമായി തോന്നിയ സിനിമ ഏതാണ്? ഇഷ്ടപ്പെട്ടത് എത്ര ഓടാത്ത പടം തുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൾക്കാർ വേറെ വളർത്താം, അങ്ങനെയല്ല, നല്ല ഫിലിമായിട്ട് ഇഷ്ടപ്പെട്ടു. മോശമായിട്ട് ഏതാണ് അടുത്ത കാലത്ത് ഇറങ്ങിയാൽ നല്ല പടങ്ങളാണല്ലോ. മായാവനം എന്ന് പറയാം, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മായാവനം ഒരുപാട് ചെറിയ കുറെ ഒരു നിലവാരമില്ലാത്ത പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ചില പടം കണ്ടപ്പോ തോന്നിയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടാത്ത പടമായിട്ടൊന്നുമില്ല. ഇഷ്ടപ്പെട്ട പടം ഇപ്പത്തെ ഒരു പടവും രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ട പടമുണ്ട്. പണ്ട് നമ്മളിപ്പോ ചെറുപ്പത്തിൽ കിലുക്കം കിരീടം അങ്ങനത്തെ പടം എത്ര കണ്ടാലും മടുക്കില്ല. ഇപ്പത്തെ ബ്രഹ്മയുഗം പോലും രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. മിക്ക പടം വൺ ടൈം വാച്ചാ. വിവേകാനന്ദൻ വയറിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പടം. അത് നല്ല ടീമായിട്ട് ഡിസ്കസ് ചെയ്തത്, ഫിലിം ഫ്ലോപ്പായി പോയി. വിവേകാനന്ദൻ നല്ല ടീമായിട്ട് ഡിസ്കസ് ചെയ്താൽ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നല്ല കുഴപ്പം അറിയോ, അവർ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നല്ലതാണ്. അല്ല ടോപ്പിക് നല്ലതാണ് അങ്ങനെ, പക്ഷെ അത് അവർ ഡീൽ ചെയ്ത രീതി ശരിയല്ല. ഈ ചിലപ്പോ സന്തോഷമായിട്ടും പറഞ്ഞ പോലെ ചില സിനിമകള് നല്ല നല്ല ടോപ്പിക്സ് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ ഓടുന്നില്ല. അതിന് എന്തുകൊണ്ടായിരിക്കും? കുറെ കൊമേഴ്ഷ്യൽ രണ്ട് കാര്യമുള്ളൂ സിനിമ വിജയിക്കുന്ന. ഒന്ന് സിനിമ നന്നാവണം, 2 മാർക്കറ്റ് ചെയ്യണം. ചിലപ്പോൾ സിനിമ മോശമാവാതെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. മനക്കാലം കുറേ മാർക്കറ്റ് ചെയ്തു, പക്ഷെ സിനിമ നന്നായിരിക്കും. ചില സിനിമ നന്നായി ഉണ്ടാവും, പക്ഷെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഈ 2 കാര്യം ഇതിലാണ് ഓടും. ഇല്ല ഏതെങ്കിലും ഒരു അഭാവം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓടാത്ത കാരണം ഇപ്പൊ ഓരോ ആഴ്ചയിൽ സിനിമകൾ റിലീസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഓരോ സിനിമ പിന്നെ മഞ്ഞുമൽ ബോയ്സ് എല്ലാം ഓടിയില്ലേ, കുറെ പടം ഓടുന്നുണ്ട്, ഭയങ്കര ഓടുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും നമ്മുടെ മലയാള സിനിമയുടെ ഒരു മുഖച്ഛായ മാറ്റുന്നൊക്കെ തോന്നി. മഞ്ഞുമൽ ബോയ്സ് അത്ര എനിക്ക് അത്ര ഫാമിലിയോട് വരുന്നില്ല. അത്ര വലിയ സിനിമ എന്ന് പറയാൻ പറ്റൂല, ഒരു ചെറിയ സിനിമ ലോക്കൽ സെറ്റപ്പിൽ ക്ലൈമാക്സ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. അതിന്റെ പേരിൽ ഒരുപാട് തെരുവിളിയും ഫോം വിളിയും വീട്ടിലെ വന്നൊക്കെയാണ് തെരുവിളിക്കുന്നത്. ഈ സ്വന്തം ഒപ്പീനിയന് ലൈക്ക് ഇപ്പോ സന്തോഷം പറഞ്ഞ പ്രീ പ്ലാൻഡ് ആയിട്ടല്ല റിവ്യൂസ് പറയുന്നതെന്ന് പറഞ്ഞു. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ സ്വന്തമായിട്ട് അപ്പൊ തോന്നുന്നൊരു ഒപ്പീനിയൻ ആണല്ലോ പറയുന്നത്. അതും പറയുമ്പോഴും നെഗറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടുമ്പോ എന്ത് പറഞ്ഞാലും നെഗറ്റീവാണ്. അപ്പൊ ശരിക്കത്തെ ഒരു റെസ്പോൺസ് പറയുമ്പോൾ നെഗറ്റീവ് കിട്ടുമ്പോൾ എന്താ ഇങ്ങനെ ആൾക്കാരൊന്നും എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കത്തെ റെസ്പോൺസ് തോന്നിയ ഒരു റെസ്പോൺസ് പറയുമ്പോഴും എന്താ ഇങ്ങനെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നതിന് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിനെന്താ ഈ ഫേസ്ബുക്ക് യൂട്യൂബിൽ എന്തോ PR വർക്കാണ് നമ്മള് പോസ്റ്റ് ഇടുമ്പോൾ അപ്പൊ തന്നെ കമന്റ്സ് ചെയ്യുകയാണ്. അതിൽ ഒരു കമന്റ് കൊണ്ട് പോസിറ്റീവ് ഇല്ല, വെറുതെ എങ്ങനെ പേര് PR വർക്കാവും. അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ ഫേസ്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ്സ് ഉണ്ടാവും, പക്ഷെ ആളുകൾ നോക്കാറില്ല. നമ്മുടെ 2 പേരുടെയും മാത്രം ആളുകളെ എടുത്ത് പബ്ലിക്കിൽ ഇടാറുണ്ട്. ഇങ്ങനെ തെറിവിളി വരുന്ന 2 പേരാണ്. നാളെ പറ്റി റോസ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, റിവ്യൂ റോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വേഷം കെട്ടൊക്കെ കുറെ യൂട്യൂബുകാർ ചെയ്യാറുണ്ട്. തെണ്ടിത്തരമാണ് അതൊക്കെ. ഇപ്പൊ ഈ തിയേറ്റർ റെസ്പോൺസും തന്നെ ഒരു സിനിമയുടെ ഇപ്പൊ കുറെ പേര് അങ്ങനെ പറയുന്നത്, ഒരു സിനിമ വിജയിക്കാനും ഇമ്പോർട്ടന്റ് തിയേറ്റർ റെസ്പോൺസ്. അപ്പൊ ഈ ആൾക്കാരത് സിൻസിയർ ആയിട്ട് തന്നെയാണ് പറയാനെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല ഈ പടം തിയേറ്ററിൽ ഓടിക്കൊണ്ട് മാത്രം, തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും പല പടങ്ങളും ഹിറ്റ് ആവുന്നുണ്ട്. വേറെ ഓവർസീസ് സാറ്റലൈറ്റ് പലതും ഉണ്ട്. ഗോൾഡ് സിനിമ ഫ്ലോപ്പ് ആയിരുന്നു തിയേറ്ററിൽ, പക്ഷെ പ്രൊഡ്യൂസറിനെ ആശിട്ടി സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. തിയേറ്ററിൽ ഓടിയില്ല, തിയേറ്ററിൽ ഓടിയില്ല, വേറെ പാട്ടിൽ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തിയേറ്ററിൽ മിക്ക ആൾക്കാരും പോസിറ്റീവ് റിവ്യൂ കൊടുക്കണം, കാരണം അവർക്ക് സിനിമയിൽ കാണണം. ഞാനാണ് നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കണം, പോസിറ്റീവ് നെഗറ്റീവ് പറയണം. ബാക്കി എല്ലാവർക്കും സിനിമയിൽ കാണുന്ന ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അവർക്ക് വെറുപ്പിക്കാൻ പറ്റില്ല.
അല്ലെങ്കിലും ഈ തിയേറ്റർ റെസ്പോൺസ് ഇപ്പൊ നമ്മള് സിൻസിയർ ആയിട്ടാണ് ചില ആൾക്കാരുണ്ട് വൈറലാവാത്ത ചില ആൾക്കാരുണ്ട്. അക്ഷയ ഇവിടെ പയ്യുന്നുണ്ട് എൻ്റെ ഒപ്പം അതിന്റെ ബാക്കിൽ ആ പയ്യനെ നന്നായിട്ട് റിവ്യൂ കൊടുക്കുന്ന ആളാണ്. അവന് പുള്ളിയിൽ വൈറലായിട്ടില്ല. പിന്നെ സ്റ്റഫ് എണ്ണം പറഞ്ഞ പയ്യുണ്ട്. അവന് വളരെ കുറച്ച് പെട്ടെന്ന് നല്ല പറയും. പക്ഷെ പറഞ്ഞ കണക്കിൽ എല്ലാം ഓടും. അങ്ങനെ ജെനുവൻ റിവ്യൂ വരും. പക്ഷെ അവരുടെ വൈറലായിട്ടില്ല. അപ്പോൾ രണ്ടുപേരും മാത്രം വൈറലായി. പിന്നെ ജ്യോതി ശിവരാമനോടൊക്കെ വൈറലായി. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ച് നന്നായി റിവ്യൂസ് പറയുന്ന ആൾക്കാരുണ്ട് വൈറലായിട്ടില്ല. അപ്പൊ എന്തെങ്കിലും അവര് വൈറലായി ലൈം ലൈറ്റിലേക്ക് വരുമ്പോ നിങ്ങളുടെ സ്ഥാനം പോകും അങ്ങനെ എന്തെങ്കിലും പേടിയില്ല. കാരണം ഇതൊരു കുറച്ചു നാളത്തേക്കുള്ള ഫെയിം അത് എല്ലാ കാലം നിലനിൽക്കില്ലല്ലോ. പുറത്ത് വരട്ടെ. 2 വർഷമായി നാളെ ക്രിസ്റ്റീം ജ്യോതി ശിവരാമനും വന്നു. ഞാൻ ഫീൽഡ് ഔട്ട് ആയിരുന്നു പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായി. പുള്ളിയെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല. പിന്നെ അമേസിംഗ് കണ്ടന്റൊക്കെ മീഡിയക്കാർ ഉണ്ടാക്കിയതാ, സൃഷ്ടിച്ചതാ. നമ്മളെ പുറത്താക്കാൻ വേണ്ടി, ഔട്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങള്, കുശാകര ബുദ്ധി എന്ന് പറയാം. കുറെ അണ്ണന്മാരുണ്ട്. 10-12 അണ്ണന്മാരുണ്ട്. ജയിലർ എണ്ണനൊക്കെ ഉണ്ട്. ആദ്യം തുടങ്ങിയത് ഞാനാണ്. എനിക്കിട്ട പേരാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വന്ന് റിവ്യൂ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പുള്ളി വൈറലായിട്ട്. പുള്ളി ഭയങ്കര ആഗ്രഹം വൈറലാവണോ. പുള്ളി ഇപ്പൊ വയസ്സാകാലത്ത് ഇപ്പൊ വൈറലായിട്ട് എന്താ കാര്യം? നല്ല കൊണ്ടുവന്ന ആളല്ലേ. റിലീസ് ചെയ്തിട്ട് ഒരുപാട് ഇപ്പൊ പെട്ടിയില്ല. ഇപ്പൊ മാറ്റം ഗുരുത്വയിലിറങ്ങി അവിടുകാരാണ്. ഇപ്പൊ സെലിബ്രിറ്റീസിനെ കണ്ടോ, സെലിബ്രിറ്റീസിനൊക്കെ റിവ്യൂ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഇനി കാണണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സെലിബ്രിറ്റീസ് ലാലേട്ടൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും. തിയേറ്ററിൽ കണ്ടിട്ടില്ല. തിയേറ്ററിൽ കാണാൻ ആഗ്രഹമുണ്ട് രണ്ടുപേരും. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷേ പിന്നെ കണ്ടിട്ടില്ല. കണ്ടു കാണാൻ നാളെ. ഞാൻ വൈറലായപ്പോ ലാലേട്ടന്റെ മാനേജറിൽ എന്നെ വിളിച്ചതാണ്. പക്ഷെ എനിക്ക് പിന്നീട് എന്റെ നാവ് കൊണ്ട് ഞാൻ നെഗറ്റീവ് ലാലേട്ടൻ പറഞ്ഞപ്പോ അല്ലെങ്കിൽ അവർ പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് റിവ്യൂ പറയാൻ പറ്റില്ല. ലാലേട്ടൻ പറഞ്ഞത് മാത്രം അങ്ങനെ വേണ്ടി വരും. വേണമെങ്കിൽ പുള്ളി എന്റെ ബുക്കിൽ ഏരിയ ഉണ്ടായിരുന്നു ആമസോണിൽ. അതിന്റെ അടിയിലുള്ള പുള്ളി ഏരിയ ഉണ്ടായിരുന്നു. ഐ വാണ്ട് ടു മീറ്റ് യു എന്നാണ് പറഞ്ഞു. അല്ല വാലിബൻ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 5-6 കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെല്ലാം. കവിതാ തിയേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല. മരക്കാനും വന്നിട്ടുണ്ടായിരുന്നു. ലൂസിഫറിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഭയങ്കര ബോഡി ഗാർഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പറ്റില്ല. മമ്മൂട്ടി എതിരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ പേടിയാണ്. ചൂടായ എന്താ ഏത് ഷേപ്പിലേക്ക് തിരിച്ച് വീട്ടിലെത്താൻ അറിയില്ല. നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ജയറാമേട്ടനെ കണ്ടു. ഹോസ്റ്റലിന്റെ സംസാരിച്ചായിരുന്നു. ജയറാമേട്ടൻ, സുരേഷ് ഗോപി, സിനിമ ഫീൽഡ് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോ ഡാൻസ് അല്ലെങ്കിൽ ഡാൻസ് പറഞ്ഞല്ലോ, ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടി റിവ്യൂ ചെയ്യാ. അല്ലെങ്കിൽ ഇപ്പൊ സന്തോഷേട്ടന്റെ ഒരു വേ ഓഫ് റിവ്യൂ പറയുന്നത് കുറച്ച് പോസിറ്റീവ്, കുറച്ച് നെഗറ്റീവ്. ഇതൊക്കെ കണ്ട ശേഷം ഫാൻസോ പ്രത്യേകിച്ച് ഗേൾസ് ഫാൻസ് അങ്ങനെ എന്തെങ്കിലും കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. ഈ അടുത്ത് കുറെ പേരോട് ഞാൻ മീഡിയയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഗേൾസ് ഫാൻസ് ഇല്ല, ഗേൾസ് നമുക്ക് പേടിപ്പിക്കാറുണ്ടെന്ന്. ഇപ്പൊ പേടിപ്പിക്കാറില്ല, ചിരിക്കാറുണ്ട്. പിന്നെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിംസ് കുറെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ, തലകർച്ചം ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിംസ് അഭിനയിക്കാൻ താല്പര്യം ചോദിക്കും. എന്നിട്ട് ചോദിക്കേ പേയ്മെന്റ് എത്രയെന്ന് ചോദിക്കും. എന്നിട്ട് കുറെ തെറികൾക്ക് വിളിക്കും. ഇടയ്ക്ക് ഒരു പേര് വിളിച്ചിട്ട് പറഞ്ഞ് എത്ര പേയ്മെന്റ് എന്ന് വെച്ചാൽ 10,000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ 10,000 രൂപ സാധാരണ ഒരു പേയ്മെന്റ് ഇല്ല, നല്ലൊരു പേയ്മെന്റ് അല്ലേ ഒരു വർക്കിൽ. അപ്പൊ ഇപ്പൊ പുള്ളി പറഞ്ഞ് 10,000 രൂപ തരാനായിട്ട് താൻ മമ്മൂട്ടിയാണോ? ഞാൻ തിരിച്ചു ചോദിക്കാൻ പോയത്. അപ്പൊ കട്ടാക്കി. മമ്മൂട്ടിക്ക് 3 അല്ലേ എന്റെ മെസ്സഞ്ചറിലെ DP പെണ്ണുങ്ങളുടെ ഇട്ടിട്ട് ഐ ലവ് യു വീഡിയോ കോൾ നടത്താം. വീഡിയോ കോൾ നടത്തില്ല. എന്നിട്ട് പിന്നെ വേറെ പല വിഷയത്തിലേക്ക് കയറുകയാണ്. ഇത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോഷ്യൽ മീഡിയ അറിയാലോ. സോഷ്യൽ മീഡിയ പഠിച്ചിട്ടാണല്ലോ ഈ ഫീൽഡിൽ റിവ്യൂ പറയാൻ എത്തിയത്. ഞാൻ സോഷ്യൽ മീഡിയ പഠിച്ചിട്ടില്ല, സംഭവിച്ചതാണ്. എനിക്ക് കുറവാണ്. കുറച്ചൊരു ഇമേജ് കോൺഷ്യസ് ആണെങ്കിൽ ഇന്നലെ നല്ല ഉലുവച്ചാണ് പെണ്ണ് കണ്ടപ്പോളേ സെൽഫി എടുത്താൽ പറ്റും തോളത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ദിവസം ഞാൻ വീഡിയോ കണ്ടത്. അതേതാണ് ഒരു ദിവസം വീഡിയോ കണ്ടായിരുന്നു. തൊപ്പിയായിട്ട് നിന്നപ്പോ ഒരാള് വന്നിട്ട് തോളത്ത് കേട്ടിട്ട് അത് എനിക്കറിയില്ല. ഒരു പെണ്ണ് തോളത്ത് കൈ മാറ്റാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയാൻ സംഭവിച്ചേക്കാം, മണപ്പൂർ പറഞ്ഞതല്ല. ആണല്ലേ? ആ. ഓക്കെ, അപ്പൊ രസമുണ്ട്. നിങ്ങളിപ്പോ കുറെ ഷോർട്ട് ഫിലിംസും സിനിമാസ് ആ, തലദിവസം 7-ലൊക്കെ ഉണ്ടാവും. 5-6 ഷോർട്ട് ചെയ്തു. ചെയ്യും. അപ്പൊ ഇനി വരാൻ പോകുന്ന ഷോർട്ട് അതെ, ഫിലിം പറഞ്ഞു പോലെ അറിയാൻ. എനിക്ക് അങ്ങനെ ആക്ടിങ്ങിനോട് വലിയ പാഷൻ, ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഷൂട്ടിങ് പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഏതാ വരാൻ പോണ ഏതൊക്കെയെന്ന് പറഞ്ഞു. നേര, ബ്ലഡി നൈറ്റ് ഞങ്ങൾ ഒന്നിച്ച് വരുന്നു. ആദ്യം ഒരു ഫ്രൈഡേ മാൻ പറഞ്ഞ മൂവി തന്നെ. ഇത് ഭയങ്കര, ഞാൻ അതുകൊണ്ട് പിന്നെ നെഗറ്റീവ് കൊടുത്ത് നിർത്തിയത്, കാരണം ഭയങ്കര മെനക്കെട്ട പണിയാണ്. നെഗറ്റീവ് ഞാൻ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോവും, റിവ്യൂ കൊടുക്കാറില്ല. മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആരും അടിച്ചു. കുറെ നാൾ ശേഷം നെഗറ്റീവ്, അതിന് ഞാൻ അനുഭവിക്കുന്നത് എനിക്കറിയാം. ഫോമിലിയോട് ഫോമിലി, തെറിവിളിയോ തെറിവിളി. എന്നാലും അത്രയും അല്ല, ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ക്ലൈമാക്സ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ക്ലൈമാക്സ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അല്ല, ഇപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മലയാളത്തിലായാലും തമിഴ്നാട് എന്റെ വീടിന്റെ അടുത്ത സ്ഥലമാണ് മഞ്ഞുമല്ല. അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പൊ നല്ലതാ. പിന്നല്ല, ഭയങ്കരമായിട്ട് രാത്രി 12:30 വിളിച്ചിരിക്കും, ബെല്ലടിക്കുന്നു, കോളിംബെല്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും പോലീസോ പറഞ്ഞിങ്ങനെ സാധ്യതയുണ്ടോ? അപ്പൊ ഈ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നമാണ്. അല്ല, ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ നല്ല ഹിറ്റ് ആയി എടുക്കുന്ന പടമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പടത്തിന് ഈ റിവ്യൂ പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു, രണ്ടും പറഞ്ഞു. ഞാൻ പറയിപ്പിച്ചാറ്. ഓൺലൈൻ ചാനലുണ്ട് വൈറ്റ് സ്പാനിൽ. ഞാൻ രണ്ടും പറഞ്ഞു. രണ്ടും പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോ ആൾക്കാര് എന്തെങ്കിലും അതും പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ടോ, ഇതെന്താ ഇങ്ങനെ പറയുന്നേ, അല്ലെങ്കിൽ ഇത്രയും നല്ല മൂവിക്ക് എന്താ നെഗറ്റീവ് പറയണേ, പെയ്ഡ് ആയിട്ട് നെഗറ്റീവ് പറയണോ, അങ്ങനെ ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു നിങ്ങൾ പേയ്മെന്റ് വാങ്ങിച്ചു. ഞാൻ ഇതൊരു പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ കോക്ക് പോലും പല പടത്തിന് നെഗറ്റീവ് കൊടുത്ത് ആ പടം ഓടിയുന്നുണ്ട്. ഇപ്പൊ ഈ ഭീഷ്മ, മിന്നൽ മുരളി പടം കോക്ക് നെഗറ്റീവ് കൊടുത്തത് ഓടിയുന്നുണ്ട്. അത് ഞാനിത് റിവ്യൂവിന് പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ല. ഓഫർ വന്നിട്ടുണ്ട്, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു. സിൻസിയർ ആയിട്ട് പറയണം എന്നുള്ളൊരു രീതിയില്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് പറയണം കൊണ്ട് ഒരു കാര്യം. ഇങ്ങനെ കിട്ടിയ ഇങ്ങനെ പൈസ വെച്ച് താല്പര്യമുണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാണിച്ചോളൂ. എന്തെങ്കിലും സിൻസിയർ ആയിട്ട് പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ റിവ്യൂസ്? പോസിറ്റീവ് അല്ലാണ്ട് കണ്ടതന്നെ പറയണം എന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ ചാനലിൽ പറയാറുണ്ടല്ലോ, പൊതുവെ പറയാറുണ്ടല്ലോ സിനിമയെ പറ്റി. പുള്ളിക്ക് പറയാൻ പറ്റില്ല, പുള്ളിക്ക് സിനിമയിൽ കയറേണ്ട ആളാണ്. ഈ മീഡിയയുടെ മുമ്പിൽ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ട്, വെള്ളിയാഴ്ച വരുമല്ലോ. അപ്പൊ അവരുടെ മുമ്പ് വെച്ച് പറയാൻ പറ്റില്ല. നമ്മളെ വീട്ടിൽ ഇരുന്ന് പറയാറുണ്ട്. അശ്വിൻ കോക്കിനെ പോലെ അത്ര റീച്ചുള്ള ചാനലല്ല എന്റെ ചാനല്. ലാഗ് ഉണ്ടെന്ന് പറയണ്ട, ലാഗ് ഉണ്ടെന്ന് പറയാറുണ്ട് ഞാൻ. ഇന്നാളെ മൃദുഭാഗ പടത്തിന്റെ പേര് പോലും ഓർത്തു വെക്കാൻ പറ്റില്ല. അത് നമ്മുടെ പോലീസിന്റെ ഇതാണ് ടാഗ്ലൈൻ ആണല്ലോ. അപ്പൊ സൂരജ് സണിന്റെ പടത്തിന് ഞാൻ പറഞ്ഞില്ല കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് കുഴപ്പമില്ല, അത്ര റീച്ച് ഒന്നുമില്ല. അത് ഈ തിയേറ്ററിൽ മാത്രം മൂവീസ് കാണുള്ളൂ, അതല്ലാണ്ട് OTT കാണുമെന്ന് ചോദിച്ചു. എനിക്ക് തിയേറ്ററിൽ പടം കാണാൻ സമയം കിട്ടുന്നില്ല. TV ചാനൽ കാണുവാണ്. അതിനിപ്പോ സമയം കിട്ടുന്നില്ല. ഞാൻ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ സമയമില്ല. അത് 100 കാര്യം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് TV ചാനലിൽ ആറാട്ട് വരുമ്പോ എന്താ തോന്നുന്നു? ആറാട്ട് സിനിമ വരുമ്പോഴേ എന്താ തോന്നണം? എനിക്ക് ആറാട്ട് സിനിമ ഞാൻ പറഞ്ഞത് വലിയ അങ്ങേറ്റ ഫിലിമാണ്, വാണപ്രസ്ഥ പോലെ മൂവി ഒന്നല്ല. അത് മാസ് മസാല മൂവിയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ആൾക്കാർ മനസ്സിലാക്കി വേറെയില്ല. ഒരു മാസ് മസാല ജോണറിൽ ലോജിക് ഇല്ലാത്ത ആ തരംതായ ജോണറിൽ നല്ല മൂവിയാണ് പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലായില്ല. തരംതായ ജോണർ തന്നെയാണ്, ലോജിക്കും ഇല്ല, ഒന്നുമില്ല. ആ ജോണറിൽ കുഴപ്പമില്ല. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മാസും ക്ലാസും എല്ലാം പണ്ടത്തെ സിനിമകൾ ഉൾപ്പെടുത്തിയ സിനിമയാണ്. ഇതാണ് ലാലേട്ടൻ ഫാനാണോ? ഇപ്പോഴും ലാലേട്ടൻ ഫാനാണ്. ഇപ്പോഴും ലാലേട്ടൻ ഫാനാണ്. അപ്പൊ എന്തെങ്കിലും ഈ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് ലാലേട്ടന് വേണ്ടിട്ട് നല്ല മൂവി റിവ്യൂ പണ്ടൊരു ഫോട്ടോ എടുത്തല്ലോ ലാലേട്ടനെ വെച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ അനുഭവിക്കുക. ലാലേട്ടൻ ഫാൻസർക്ക് ഭയങ്കര ദേഷ്യമാണ്. പണ്ടൊരു ഫോട്ടോ എടുത്ത ലാലേട്ടനായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ. ഞാൻ പുള്ളിയെ കുറിച്ച് ബുക്കിൽ എഴുതിയ ആളാണ്. ആമസോണിൽ പുള്ളിയെ കുറിച്ച് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ വലിയ ഡയറ്റ് ഫാനാണ്. പക്ഷെ ഞാൻ എല്ലാവരും കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ പുള്ളിയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു. അപ്പോൾ ഫാൻസുകാർക്ക് ദേഷ്യമാണ്. ഇപ്പൊ എനിക്ക് മോഹൻലാലിന്റെ പടം റിലീസ് ചെയ്യുമ്പോൾ വനിതാ തിയേറ്ററിൽ പോയി റിവ്യൂ കൊടുക്കാൻ പറ്റില്ല, അടി ഉറപ്പാണ്. ഇതിന് ഭയങ്കര, ഞാൻ ഒരു കാര്യം ഫ്രാങ്കിന് പറയാം, മോഹൻലാൽ ഫാൻസുകാർ വളരെ ടോക്സിക് ആണ്. മമ്മൂട്ടി ഫാൻസ് അത്ര ടോക്സിക് അല്ല. അതുകൊണ്ട് തന്നെ ഇഷ്യൂസും എന്നെ അടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. തൊടുപുഴയില് ഒരു ഇനാഗ്രേഷൻ വെച്ചപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞു ഇവിടെ കുറെ പേര് അടിക്കാൻ വേണ്ടി നിൽക്കണ്ടോ. അവർക്ക് മോഹൻലാൽ ഫാൻസ് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. പക്ഷെ ഞാൻ മോഹൻലാൽ ഫാനുമാണ്. അതാണ് ഏറ്റവും, ഞാൻ മോഹൻലാൽ ഫാനും ആണ്. അത് മോഹൻലാൽ ഫാൻസുകാർക്ക് എല്ലാവരും അത് ഇവരെ കുറിച്ച് പോസിറ്റീവ് മാത്രം പറയാൻ പാടില്ല, നെഗറ്റീവ് പറയാൻ പാടില്ല. ഇവർ ദൈവമൊന്നുമല്ല, മനുഷ്യരല്ലേ. പോസിറ്റീവ് മാത്രം. ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ മോഹൻലാൽ ഫാൻ ആയിട്ട് ഫാൻസ് ഞാനല്ലേ പറഞ്ഞു. ഇപ്പൊ നരസിംഹന് മുമ്പുള്ള ചിത്രം കിലുക്കാലം കണ്ട ഫാനാണ്, പഴയ ഫാനാണ്.
ഈ നരസിംഹം കഴിഞ്ഞ് വന്ന പിള്ളേർ പറഞ്ഞാൽ അവർക്കാണ് ഈ കൊട്ടേഷൻ മറ്റുള്ള നടക്കുന്നത്. അവരായിട്ട് പ്രശ്നമുള്ളൂ. അപ്പൊ അലിന് അങ്ങനെ ആരെങ്കിലും favorite? ഈവൻ ചെകുത്താൻ പോലും പഴയ മോഹൻലാൽ ഫാനാണ്. ഈ ഇത്രയും ക്രിട്ടിസേഷൻ ചെകുത്താൻ പഴയ മോഹൻലാൽ ഫാനാണ്. ഇപ്പത്തെ മൂവീസ് ഈ നരസിംഹം ആൾ കഴിഞ്ഞാണ് ചെകുത്താണ് മാറിയത്. ചെകുത്താൻ പ്രശ്നത്തെ ഫാൻസിയായിട്ടാണ്, അല്ല മോഹൻലാലായിട്ടല്ല. അലിന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഫേവറേറ്റ് ആക്ടർ അല്ലെങ്കിൽ ദിലീപ്. ദിലീപ് ഏട്ടൻ, ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ. പവി കെയർ ടേക്കർ 2000 കഴിഞ്ഞ ജനിച്ച പിള്ളേരെല്ലാം ദിലീപ് ഏട്ടൻ സിനിമയെ കണ്ടു കാണാം. ഞങ്ങളെ മമ്മൂട്ടി മോഹൻലാൽ സിനിമ ദിലീപ് ഏട്ടനെ ബുദ്ധിയുണ്ട്, പക്ഷെ ദിലീപ് ഏട്ടൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഈ മാസ് മസാല സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീഗ്രേഡ് ആയി പോകും. തങ്കമണിയൊക്കെ കുറച്ച് മാസാണ്. ഇപ്പൊ ദിലീപ് ഏട്ടന് പറ്റിയ റോള് കോമഡിയാണ്. സിഐഡി മൂസ, ടു കൺട്രീസ് പോലത്തെ കോമഡി. അല്ലെങ്കിൽ തിരിച്ചു വരുന്നുണ്ട് നമ്മുടെ പവി കെയർ ടേക്കറിലൂടെ എലോൺ പോലത്തെ മൂവി ആയിരിക്കും ലാലേട്ടന്റെ. ട്രെയിലർ കണ്ടപ്പോ കോമഡി മൂവിയാണ്. അധികം പേരില്ല, അധികം ആർട്ടിസ്റ്റുകളില്ല. ദിലീപ് ഏട്ടനുണ്ട്, ധർമ്മേന്ദ്രനുണ്ട്. ഞാൻ ജയ്പൂരിൽ ഞങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു കോമഡി ശരിയാ, പുള്ളി പറഞ്ഞു കോമഡി വീട്ടിലേ വന്നു. അതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. അപ്പൊ ഈ അടുത്ത് ബാന്ദ്രയാണെങ്കിൽ നല്ല റെസ്പോൺസ് ബാന്ദ്ര എനിക്ക് ഞങ്ങൾക്ക് അടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അവിടെ മറ്റേ റിവ്യൂ പറഞ്ഞപ്പോ എന്നെ പുറത്താക്കിയപ്പോ അവര് പറഞ്ഞു എന്റെ റിവ്യൂ കൊണ്ട് പടം ഓടൂലെന്ന് പറഞ്ഞു. എന്നെ പുറത്താക്കിയിട്ട് പടം ഇപ്രാവശ്യം കളിച്ച് 2 ആഴ്ച കളിച്ചുള്ളൂ, പടം പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ എന്റെ ഡാൻസ് കാണുമ്പോ ആളുകൾ ഇപ്പൊ കമന്റ് ബോക്സിൽ ഇടാറുണ്ട്, ഇവൻ ഡാൻസ് കളിച്ചാ പടം പോക്കാന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വൈറലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്റെ ഡാൻസ് കണ്ടപ്പോഴാണ് RDX വിജയിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ഒരുപാട് പല 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 ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഇനി എന്ത് ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. എനിക്കൊരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇവിടെ ആവണം ആഗ്രഹമുണ്ട്. ഇത് നടക്കും. വേറെ സ്ഥലത്താണ്, ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് ഫിലോസഫിയിൽ പറയാറുണ്ട്. പക്ഷെ വേറെ സ്ഥലത്താണെങ്കിൽ അങ്ങനെ ആയിരുന്നു. ഈ മലയാളികളെ എല്ലാം കോമാളിയാക്കി. അത് നടക്കുന്ന ആഗ്രഹമുണ്ട്, നടക്കും തോന്നുന്നില്ല. ആലയിൽ പോകണമെന്ന് ആഗ്രഹം, പക്ഷെ നടക്കും തോന്നുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല, മലയാളികൾ സമ്മതിക്കില്ല. ഇയാൾ പിന്നെ സ്വന്തമായിട്ട് കാണിക്കും, മണപ്പൂരം കാണിച്ചിട്ട് ആഗ്രഹമായിരുന്നു. ബിസിനസ് സെലിബ്രിറ്റീസ് LLB പഠിക്കേണ്ട BA പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ BA കഴിഞ്ഞിട്ട് LLB-ലേക്ക് പോകണം, അഡ്വക്കേറ്റ് ആകാൻ വേണ്ടി. റിവ്യൂ ഒക്കെ അധികം കാലം ഉണ്ടാവില്ലല്ലോ, നമുക്കൊരു മോശം വേണമല്ലോ. കമന്റ് ബോക്സിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പണിക്ക് പോകുന്നില്ല എന്നുള്ളത്. നമുക്ക് ചീപ്പായിട്ടുള്ള പണിയെല്ലാം ചീപ്പൊന്നല്ല, പറഞ്ഞോട്ടെ. ഇപ്പൊ കൽപ്പണിയുണ്ട്, മേസ്തരിപ്പണിയുണ്ട്, മാർബിൾ, അങ്ങനെ പല പല പണിയുണ്ട്, മരപ്പണി. അപ്പൊ അതുപോലുള്ള പണികൾ എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലല്ലോ. ചെയ്യാൻ അറിയാൻ പാടാത്ത പണി പഠിച്ചെടുക്കാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയട്ടെ, എനിക്ക് അഡ്വക്കേറ്റ് ആഗ്രഹം സിനിമയ്ക്ക് ഉപരി. അപ്പൊ അഡ്വക്കേറ്റ് ആകുമ്പോ സമയം എടുക്കുമല്ലോ, സമയം എടുത്താണ് അതിലേക്ക് എത്താൻ പറ്റും. ചില ജോലി മോശമാണ്, ചില ജോലി നല്ലതാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ലെന്ന് മാത്രമേ പറയുള്ളൂ. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ എന്റെ അപ്പൻ മരപ്പണിക്കാരനാ. ഞാൻ പറയട്ടെ, എന്റെ അപ്പൻ മരപ്പണിക്കാരനാന്ന് പറഞ്ഞാൽ ഞാൻ മരപ്പണിക്കാരനാണെന്നില്ല. ഞാൻ മരം കൊത്തി ഞാൻ മരം കൊത്തി നോക്കിയിട്ടുണ്ട്. ഒരു ഓടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഉണ്ടാക്കണം, ഒരു തടി മുറിച്ചിട്ട് ഉണ്ടാക്കണം. അതൊക്കെ നോക്കിയിട്ട് ശരിയായില്ല. അപ്പൊ ഞാൻ ആ ഫീൽഡ് വിട്ട്. മനസ്സിലായി, ശ്രമിക്കണം. എനിക്ക് താല്പര്യമില്ല. മരപ്പണി മോശം പണിയാണോ? മോശം പണിയാണോ? വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്ലാസ് ലെവൽ നോക്കി കഴിഞ്ഞാൽ മോശം പണിയാണ്. മെട്രോപൊളിറ്റൻ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ അത് മരപ്പണിക്കാരനെ ഞാൻ ചോദിക്കണത്, മരപ്പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിനെ കിട്ടാൻ പറ്റുമോ? ബുദ്ധിയായിട്ട് ശരിയാണ്. സൊസൈറ്റിയിൽ അങ്ങനെയാണ്. ഇപ്പൊ മരപ്പണിക്കാരൻ സിനിമ കിട്ടാൻ പറ്റുമോ? ഇല്ല. സിനിമ കിട്ടണത് ഫോറിൻ കൺട്രീസിലും കുഴപ്പമില്ല, വെസ്റ്റേൺ കൺട്രീസിലുള്ള ഏത് ജോലിയിലാണ് കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു പ്രോബ്ലമാണത്. ഇന്ന ജോലി മോശമാണ്, ജോലി ഈ കൈ കൊണ്ട് ജോലി മോശമാണ്. അത് വെസ്റ്റേൺ പുറത്തൊന്നും ഇങ്ങനെയല്ല. ഇപ്പൊ സിനിമക്കുള്ളിൽ കാണിക്കാറുണ്ട് ജോലി. മോഹൻലാലാണെങ്കിലും രസതന്ത്രത്തില് പറഞ്ഞ ശരിയാണ്, റിയാലിറ്റി അതാണ്. പിന്നെ ഇവിടെ കറുത്ത പെണ്ണിനെ, അത് മിക്ക ആളുകൾക്ക് അങ്ങനെയാണ്. വെളുത്ത പെണ്ണിനെ ഇപ്പോൾ ഞാൻ പറയാതിരിക്കാം, കല്യാണിക്കുമ്പോ എന്തായാലും വെളുത്ത സുന്ദരി പെണ്ണുകൾ കിട്ടുള്ളൂ. എനിക്കങ്ങനെ എനിക്ക് മഞ്ജുവാരനോട് പെൺകുട്ടിയുടെ അല്ലേ, മഞ്ജുവാരല്ലേ, മഞ്ജുവാര് പോലെ ഇപ്പൊ തന്നെ കിട്ടും. മഞ്ജുവാര് പോലെ മഞ്ജുവാരെ ഇഷ്ടൊക്കെയാണ്, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മള്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ പറയുമ്പോ ആൾക്കാര് പറയുന്നത്, ഇപ്പൊ ഞാൻ പെണ്ണ് കെട്ടിയാലും 6 കെട്ടിയില്ലെങ്കിൽ ആളുകൾക്ക് എന്താ
നമ്മള് ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ജീവിച്ചു പോകും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് കുറെ പേര് വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പെണ്ണ് കിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാം, മനസ്സിലായോ? പെണ്ണില്ലാ ജീവിക്കുക, പെണ്ണില്ലാ ജീവിക്കണ ആനന്ദം. പെണ്ണ് കെട്ടിയിട്ട് തന്നെ പലരെയും ഭർത്താക്കന്മാരെ കൊല്ലാറുണ്ട്, ഭാര്യമാരെ വിഷം കൊടുത്തൊക്കെ കൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയാ കല്യാണം എന്ന് പറയുമ്പോൾ. പേടിക്കണ്ടോ? കല്യാണം കഴിക്കപ്പെടില്ലേ ഭാര്യ കുട്ടിയിലേക്ക് വളരെ പേടിയാണ്. ഇപ്പൊ ഒരു ഗ്രീഷ്മ തന്നെ പെണ്ണ് മറ്റേ ഈ ജ്യൂസിൽ വിഷം കൊടുത്ത് കൊന്നില്ലേ? അല്ലെ പണ്ട് ആണുങ്ങളെ തേച്ചോണ്ടിരിക്കും, പെണ്ണുങ്ങളെ തേക്കണം. ഇപ്പൊ ഫ്രൂട്ടിയൊക്കെ പേടിയാണ്. ഇപ്പൊ സന്തോഷേട്ടനാണെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ഒരു നല്ലൊരു ക്രഷ് തോന്നിയ ആളാണ് നിത്യമേനോൻ. അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടുണ്ടോ? റീസൺ ഉണ്ടായിട്ടുണ്ടോ? കാരണം എനിക്ക് ആളുടെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടു. അവരുടെ ഭംഗിയൊന്നല്ല, അവര് നടിയായോണ്ടെന്നല്ല, അവരുടെ ഇന്റർവ്യൂസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. തലസമയം ഇഷ്ടപ്പെട്ടു. സിനിമയൊന്നുമല്ല, ഞാൻ അവരുടെ എല്ലാ സിനിമയും കണ്ടിട്ടില്ല. അവര് എല്ലാ സിനിമയും കണ്ടിട്ടില്ല. ആകെ ഓക്കെ കൺപനി അവരുടെ ഒറിജിനൽ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ടല്ല ഇഷ്ടപ്പെട്ടു, ഇന്റർവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടാ. എനിക്ക് മറ്റേ ഞങ്ങൾ കണ്ടു. ഞാൻ പുള്ളി അനാക്കുമായി കോൺടാക്ട് ഉണ്ട്, പല കോൺടാക്ട് ഉണ്ട്. അപ്പൊ അനാമകളെ പറഞ്ഞു പ്രശ്നം കണ്ടാ ഞങ്ങൾ നേരിട്ട് കണ്ടു കാണുകയും ചെയ്തു. പിന്നെ സാരിയായപ്പോഴാണ് കൃഷ്ണുണ്ട്. ഞാനിപ്പോ മൈൻഡ് ചെയ്തില്ല, കണ്ടപ്പോ മൈൻഡ് ചെയ്തില്ല. സാരിയായപ്പോഴാണ് ഞാൻ പഠിച്ച ഞാൻ മറ്റേ നമ്മള് 10ാം ക്ലാസ് പരീക്ഷ ചെയ്തപ്പോഴേ ഒരുമിച്ച് ഇത്രയും ബെഞ്ചുണ്ട് അടുപ്പിച്ചിട്ടാണ്. അപ്പൊ പല പല ബെഞ്ചിലായിട്ടിരുന്ന് സാധനോടൊപ്പം ഇരുന്ന് പരീക്ഷ ചെയ്തതാ. മൈൻഡ് ചെയ്തില്ല, ഞാൻ പരിചയപ്പെട്ട് കൊടുക്കല്ലേ. ക്യൂൻ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പൊ ക്യൂൻ കണ്ട അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് ഓട്ടോഗ്രാഫ് ഒക്കെ മേടിച്ച സാധനമാണ് കയ്യെ കൊടുത്തു. ഇപ്പൊ പിന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്തില്ല. ഭയങ്കര വൈറലായി, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രോളായിരുന്നു അതിനെ പറ്റി. ഞാൻ ഈ വൈറലിൽ കൂടുതൽ ഹേർട്ട് ആയിട്ടേ ഉള്ളൂ. ഫുൾ ടൈം ഹേർട്ടിംഗ് ആണ്. ചില മെച്ചൂർ ആയിട്ടുള്ള നായകന്മാരുണ്ടല്ലോ, 30 വയസ്സിന് മേലുള്ളവർക്ക് മെച്ചൂരിറ്റി കൂടുതലാണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് ശരിയാ. കാരണം സാനിയക്ക് എന്നേലും 2 വയസ്സ് കുറവാ, 20 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആയിട്ടുള്ള മെച്ചൂരിറ്റി കുറവ് സാനിയ കാണിക്കും, മനസ്സിലായോ? ഇപ്പൊ റാസ്ത എന്ന് പറഞ്ഞ സിനിമയുണ്ട്, റാസ്തയിലെ നായികനെ കണ്ടപ്പോ ഹലോ ടീമേ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ വർത്താൻ പറഞ്ഞു. അപ്പൊ ചിലരുടെ മൈൻഡ് ഡിഫറെന്റാ, മനസ്സിലായി? പാർവതി ആങ്കർ ആണെങ്കിലും നല്ല എന്നെ കാണുമ്പോൾ നല്ല ബഹുമാനമുണ്ട്. പാർവതി ബാബു എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, വീണ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്യണം, കാണുമ്പോ പറയാറുണ്ട്. ക്രഷ് ഉണ്ടാക്കില്ല. പാർവതി ബാബു ഇന്നലെ കണ്ടു. അപ്പൊ അടുത്തൊരു പയ്യൻ പറഞ്ഞു പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണോ ചോദിച്ചു. അപ്പൊ ഇവർ രണ്ടുപേർക്കും മറ്റേ ലൈനൊക്കെ ഉണ്ട്, ലൈനുണ്ട്, ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇന്റർവ്യൂ കൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായോ? ഇന്റർവ്യൂ ഉണ്ട് പ്രശ്നം. നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം, ഇന്നാള് ചോദ്യം ഈ ജാഗോ സ്പേസ് ഇല്ലേ, ജാഗോ സ്പേസിൽ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അണ്ണൻ അലിൻ ജോസ് തരുടെ ഇന്റർവ്യൂ ആങ്കറെ കൃഷ്ണൻ അതെന്താ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടു. എന്നാൽ അണ്ണനെ തന്നെ പൊക്കൂലല്ലോ ആ പെൺകുട്ടിക്ക്. ഞാൻ അത് നോക്കിയിട്ടൊന്നല്ല, എനിക്ക് അവരുടെ ഇന്റർവ്യൂ കണ്ടപ്പോ പുള്ളിനെ കളിയാക്കുകയും ചെയ്തല്ലോ, പുള്ളി തിരിച്ചും കളിയാക്കിയല്ലോ സ്നേഹ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അണ്ണന്റെ പ്രായത്തോപ്പുള്ള അല്ലെങ്കിൽ നോക്കിയപ്പോ അത്രയ്ക്ക് വലിയ പ്രായമൊന്നും എനിക്കില്ല. നീ വിചാരിക്കണല്ലേ ഞാൻ 52-60 വയസ്സൊന്നും എനിക്കില്ല. അല്ല പുള്ളിക്കാരത്തി എന്റെ അവിടെ കാണുമ്പോ മൈൻഡ് ചെയ്യും. കാരണം ഞാൻ പുള്ളിക്കാരത്തിയുടെ ഫ്രണ്ടിനെ പോലെ എനിക്ക് ഒരു പെൺകുട്ടിയുടെ നമ്പർ മാത്രമുള്ള സ്നേഹ നമ്പർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മിസ്യൂസ് ചെയ്യണ്ടെന്നോർത്ത് ഞാൻ വിളിക്കാഞ്ഞു. അത്ര പാവമാണല്ലോ, ബോൾഡ് ലേഡിയാണ്. അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് പറയുമ്പോ ഇഷ്ടം പറഞ്ഞ മോശമായ കാര്യമാണ്. പക്ഷെ അവര് കാണിച്ചത് മറ്റേ കുറച്ച് വിവാദമാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി. ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോ എന്തായാലും നെഗറ്റീവ് കമന്റ്സും ഒരു ഡീഗ്രേഡ് വേണമെങ്കിൽ അവർക്ക് മറ്റേ ചേട്ടനെ കണ്ടിട്ടൊന്നും ഇന്റർവ്യൂ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കണ്ട് സമ്മതം ഉണ്ടാക്കിയിട്ട് അതെല്ലാവരും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇങ്ങനെ കുറെ സിറ്റുവേഷൻസ് പൊതുസമൂഹത്തിൽ അവരെ കാണുമ്പോൾ ആളുകൾ മറ്റേ ചേച്ചി പറഞ്ഞല്ല, സ്നേഹ ചേച്ചി കഴിഞ്ഞ ആ ഇന്റർവ്യൂല് പറഞ്ഞു എന്നെ കാണുമ്പോൾ ആറട്ടന് പ്രപ്പോസ് ചെയ്ത പെണ്ണെന്ന് പറഞ്ഞ കളിയാക്കോളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെപ്പറ്റി എന്താ പറയുന്നത്? മോശക്കാരനാണ്. അന്നാ പിന്നെ ആ ഇന്റർവ്യൂ കൂടുതൽ റീച്ചലിട്ട് കൂടുതൽ ആൾക്കാർ അറിയില്ല. അത് നടത്തായിക്കണല്ലേ, അത് നടത്തിയപ്പോൾ കൂടുതൽ ആൾക്കാർ അറിയില്ല ആറാട്ടൻ പ്രപ്പോസ് ചെയ്ത പെണ്ണാണ്.
ഇപ്പൊ ഞാനാണെങ്കിലും പലരെയും പണ്ട് പഠിക്കുന്ന കാലത്ത് തുടങ്ങി പലരെയും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ തുറന്നു പറയും, ഇങ്ങനെയൊന്നും പറയില്ല, ഇങ്ങനെ ഇതെല്ലാം ചെരിപ്പോണ്ട് ഒരു അടി ഇട്ടിട്ടുണ്ട് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ. നടിമാർക്ക് മുമ്പ് തന്നെ ഞാൻ സാധാരണക്കാരെ പ്രപ്പോസ് ചെയ്താൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണെന്നറിയാം. എനിക്ക് നടിമാർ മാത്രമല്ല പലരോടും പണ്ടോടെ ഞാൻ പാട്ടും ഡാൻസും കളിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു ലവറിന്റെ അഫയർ ഗ്ലാമർ ഉണ്ട്, പിന്നെ പെണ്ണ് കിട്ടാത്ത പ്രായം അതുമില്ല. പലർക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മറ്റേ സ്നേഹത്തിലേക്ക് വരുന്നില്ല, ഒരു കാമുകന്റെ ലെവലിലേക്ക് വരുന്നില്ല. ഫ്രണ്ട് എന്ന രീതിയിൽ പലരും കാണുന്നുണ്ട്. എന്നാ കാമുകയെ കാണാത്തത് അറിയില്ല. ഗ്ലാമർ ഉണ്ട്, പ്രായം കുറവാണ്. ഇങ്ങനെ കുറെ റിജക്ഷൻസ് കിട്ടുമ്പോ സിഗ്മ മെയിൽ ആവണമെന്ന് തോന്നിയിട്ടുണ്ടോ? സിഗ്മ മെയിൽ, ആൽഫ സിഗ്മ മെയിൽ. നമ്മുടെ രൺബീർ കപൂറിനൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു സിഗ്മ മെയിൽ, അനിമൽ, ആൽഫ സിഗ്മ മെയിൽ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? രൺബീർ കപൂർ ആൽഫ മെയിൽ അല്ലേ? ആൽഫ മെയിൽ, അതെ. പൃഥ്വിരാജ് ആൽഫ മെയിലാണ്. തോന്നിയിട്ടില്ല. ഞാൻ സിഗ്മ മെയിലാണ്. സിഗ്മ മെയിലാണ്. ഒന്നും വേണ്ട, ആ റോളിലാണ് പോണത്. ഞാൻ ആൽഫ അല്ല. ആൽഫ ആണെങ്കിലാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ. നമ്മളെ അനിയനെ പോലെ കാണുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ ചിഞ്ചു ആണെങ്കിലും കുറെ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരുമിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. കുറെ പേര് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ലേഡീസ് ആയിട്ട്. അതിൻ്റെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് ആരും വന്നിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്, ഒരുപാട് പേര് കോൺടാക്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് എന്ത് പറയുമ്പോഴും ഇന്റർവ്യൂസിലാണെന്നും അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് ഇപ്പൊ ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഔട്ട്ഫിറ്റ് വർത്ത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഔട്ട്ഫിറ്റ് വർത്ത്. അപ്പൊ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് വർത്ത് നമ്മളോട് മനസ്സിലായില്ല. ഔട്ട്ഫിറ്റ് വർത്ത് ഇല്ലേ? മലയാളത്തിൽ പറയോ? ഔട്ട്ഫിറ്റ് വർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് യൂസ് ചെയ്ത ആക്സസറീസും ഡ്രസ്സിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത്. അതാണ് ഔട്ട്ഫിറ്റ് വർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മളിപ്പോ ഞാനിട്ട ഡ്രസ് ആണെങ്കിൽ ഇതിന് ഞാൻ പറയാൻ വേണമെങ്കിൽ എനിക്ക് സൈസ് പോലും അറിയില്ല. ഞാൻ പറയാം, ഇതിന് 650, ഇതിനൊരു 450 കൂട്ടി നിങ്ങൾ പറഞ്ഞ കൂട്ടറിയാൻ പാടില്ല. വാച്ചിന് 2500 രൂപ. ഞാൻ കൊടുക്കാറുണ്ട്. അണ്ണൻ പിന്നെ ഒരു പെരിയനും പാനോടെയാണ് വാച്ച് പോലും പറയാറുണ്ട്. വാച്ചിന്റെ ആവശ്യം ടൈം ആണെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയാൽ മതിയില്ല. ഞാൻ പിന്നെ ചാട കളിക്കാൻ വേണ്ടി വാച്ച് ഇടാറുണ്ട്. വാച്ചിന്റെ ആവശ്യം മൊബൈൽ ഫോണുള്ള സമയത്ത് വാച്ചിന്റെ ആവശ്യം എന്താണ്? ഞാൻ പിന്നെ റൈറ്റ് ഹാൻഡറാ. ഷൂസ് കണ്ടില്ല, ഭയങ്കര സ്റ്റൈലിഷ് ഷൂസ് കാണില്ലല്ലോ. ഇതെല്ലാം കാണിച്ചിട്ട് പെണ്ണുങ്ങൾ വരുന്നില്ല. അപ്പൊ ഈ അടുത്ത് അലൻ ജോസിന്റെ ഏതെങ്കിലും 2 വൈറൽ വീഡിയോ വന്നായിരുന്നു. ഒന്ന് അർജുന അശോകന്റെയും പിന്നെ ഈ അടുത്ത് കടകന് വേണ്ടിയിട്ട് കുറെ ഗേൾ ഫാൻസ് ഡാൻസ് കളിക്കാനൊക്കെ വന്നു. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോ എന്താ തോന്നി? എനിക്ക് വിഷമല്ല. എനിക്ക് നമ്മൾ ഇത്ര വയറൽ നമ്മുടെ അടുത്ത് ആരും വരില്ലല്ലോ. എന്റെ വീഡിയോയുടെ കൂടെ ഒരു വീഡിയോ വന്നില്ലല്ലോ. ഇപ്പൊ കൊറേ മീഡിയ മാർക്ക് തണ്ടിത്തരം പറഞ്ഞില്ലേ ഒരു ഇതില്. ആർക്കും എന്നെ വേണ്ട. എന്റെ ഇടയ്ക്ക് ഡൗൺ ആവാറുണ്ട്. ആദ്യം ഡൗൺ ആയപ്പോ നിത്യമിനിച്ച് വന്നു. പിന്നെ ഡൗൺ ആയപ്പോഴാണ് അഡിഗേസ്റ്റ് വന്നത്. പിന്നെ ഡൗൺ ആയപ്പോഴാണ് ജാങ്കോ സ്പേസ് വന്നത്. ഇതൊന്നും പ്ലാൻഡ് അല്ല സാർ. ജാങ്കോ സ്പേസ് പ്ലാൻ അല്ലേ? വൈറലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അവരാ പ്ലാൻ ചെയ്തത്. ജാങ്കോ സ്പേസ് ഇന്റർവ്യൂ ആങ്കർ എന്ന് പറഞ്ഞാൽ മതിയാതെ. അപ്പോൾ എന്റെ പേരും ഉപയോഗിച്ചത് തെറ്റാതായിരിക്കും. എന്നാലും അറിയാൻ പറ്റില്ല. ജാങ്കോ സ്പേസ് വേറെ ആങ്കേഴ്സും ഇല്ലേ? നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത ആങ്കറിൽ പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിക്കണ്ടേ? അത് നമ്മള് നമ്മുടെ ഒരു പുതിയ പടത്തിൽ അഭിനയിച്ചിരുന്നു, വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിൽ. അത് 32 ടേക്ക് പുള്ളി എടുത്തിരിക്കുന്നത്. വൈറ്റ് ഷോട്ടിന് ഇങ്ങനെ കറങ്ങിയൊക്കെ വരുമ്പോ 32 ടേക്ക് വന്നു. ക്രൗഡ് അഭിനയിക്കുമല്ലോ. ക്രൗഡായിട്ടാണ് ഞാനും പോയത്. അപ്പൊ എന്നെ സെലക്ട് ചെയ്ത് പെട്ടെന്ന് ആരാ വരാന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പൊ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്, ഒരു ഇടിച്ച് മാന്തി ഒരു വയലൻസ് സീക്വൻസ് ആണ് അത്. അപ്പൊ അതില് ചാൻസ് കിട്ടിയപ്പോൾ അർജുൻ അശോകൻ വന്ന് കാണാൻ വന്നു. ഫൈറ്റ് കഴിഞ്ഞപ്പോഴേ സീക്വൻസ് കഴിഞ്ഞപ്പോൾ വന്ന് കണ്ടിട്ട് ഫാനാണെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് അനുഗ്രഹം മേടിച്ച പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമ്മൾ അനുഗ്രഹം മേടിക്കുമ്പോ നല്ല സീനിയർ മോസ്റ്റ് ആയ ആൾക്കാരോടല്ലേ. അപ്പൊ ആള് യങ്ങാണല്ലോ. അപ്പൊ ആൾക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് ചെയ്തത്. അക്സെപ്റ്റ് ചെയ്യൂലെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കാലൊടിച്ചത്. എന്തൊരു റിയാക്ഷൻ കണ്ടപ്പോ എന്താ റിയാക്ഷൻ കണ്ടിട്ട് എന്നോട് ഒരു ബഹുമാനോടല്ല. അപ്പൊ അല്ലെങ്കിൽ മുഖത്തോടിക്കില്ല. ക്യാമറ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ വിനായകനൊക്കെ ക്യാമറ മേടിക്കാറില്ല. ചെടുത്ത് നോക്കി ഉത്തരം പറയും. അങ്ങനത്തെ ഒരാളല്ല പുള്ളി. മനസ്സിലായി?
പക്ഷെ അർജുനശേഖർ പിന്നെ നല്ല വൈബുള്ള ഒരു സിനിമയിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പറവയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിയൽ ലൈഫിൽ പുള്ളി പാവത്താനാ. എപ്പോഴും എന്നെ കാണുമ്പോ ഒരു ബഹുമാനമുണ്ട്. ഇപ്പൊ ചിലപ്പോ ചാവേറിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടാവും ചാവേറിൽ. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്യാമറയുടെ ബാക്കിലായിട്ട് കാണാൻ നിൽക്കുകയാണ്. അപ്പൊ സ്റ്റേജിൽ കയറുന്ന മുമ്പ് തിരിഞ്ഞു നോക്കിയിട്ട് ആ ടീമേ എന്നൊക്കെ പറഞ്ഞ് എന്നെ നോക്കി തിരിച്ചിട്ട് സാധാരണ അങ്ങനെ കാണിക്കാറില്ലല്ലോ. ദിലീപ് ഇപ്പൊ ദിലീപേട്ടനാണെങ്കിലും സ്റ്റേജിൽ കയറുന്ന ഇങ്ങനെ കാണിച്ചിട്ടേ കയറുള്ളൂ. അതൊക്കെ മമ്മൂട്ടി മോഹൻലാൽ കണ്ടുപിടിക്കണം. മോഹൻലാൽ പൊതുവെ ഹമ്പിളാണ്. ഇപ്പൊ കുറച്ച് സ്റ്റേജിൽ ചെയ്യാറില്ല. മോഹൻലാൽ പണ്ടല്ലോ വളരെ ഹമ്പിളായി. ഇപ്പൊ ദിലീപേട്ടനാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അതുകൊണ്ട് എപ്പോ സ്റ്റേജിൽ കയറില്ല അപ്പൊ തന്നെ ആൾക്കാരെ കാണിച്ചിട്ട് സ്റ്റേജിൽ കയറില്ല. ഒരു നല്ലൊരു പ്രവണത എനിക്ക് തോന്നുന്നു. അതിനെ പണ്ട് അമ്പളായ ഇപ്പൊ അമ്പളെന്നാ കേട്ട മമ്മൂക്ക പണ്ട് ഇന്നും മമ്മൂക്ക ഇപ്പൊ മാറി ഇവര് നേരെ തിരിഞ്ഞു വേണം. ഇപ്പൊ കുറച്ച് അമ്പളാണെങ്കിൽ പറയാം. കുറച്ച് കാലം മാറുമ്പോ ആൾക്കാരും അങ്ങനെ രീതികളും മാറുന്നുള്ള ഇതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ പ്രവണത എന്ന് പറഞ്ഞാൽ പണ്ട് നടന്മാരെ രാഷ്ട്രീയക്കാരൊപ്പം മാത്രമാണ് സെൽഫി എടുക്കുന്നത്. ഇപ്പൊ ആറട്ടണ് നമ്മൾ കൂടെ സെൽഫി എടുക്കുന്നത്. സിനിമാക്കാരെക്കാൾ പോപ്പുലർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആൾക്കാരാണ്. കാരണം സിനിമാക്കാർ 2-3 മാസത്തിനുള്ളിൽ വരുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും വെള്ളിയാഴ്ചയും വരികയാണ്. ഇപ്പൊ ലുലുമാളിൽ പോകുമ്പോഴാണെങ്കിൽ ആൾക്കാർ സെൽഫി എടുക്കാൻ വരിക, കൈകാരം വരിക. പിന്നാളെ ആരും വിളിച്ചു പറയണേ പൊങ്കി പറയല മമ്മൂട്ടി മോഹൻലാൽ എല്ലാ ഡിസ്റ്റർബൻസ് ആയി മാറുന്നുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ എല്ലാ മലയാളികൾക്കും അറിയാം. അവിടെ ആറാട്ടറിനെ അറിയാമെന്ന് പറയാം. ഫോറിൻ കൺട്രീസ് പോളണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പല കൺട്രീസ് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ സ്മാർട്ട് ഫോബി ഒരുപാട് കൺട്രീസ് വിളിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോബി ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും അറിയാം. ഇയാളെ അറിയാം. എന്നെ വിളിച്ചിട്ട് ചോദിക്കും ഇയാളെ എന്തിനാ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചോദിക്കും. പബ്ലിക് പ്ലേസ് നടക്കാനായിട്ടും വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കുറെ പേര് സെൽഫി എടുക്കാനൊക്കെ വീഡിയോ കൊടുക്കും. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ശരിക്കും ഇല്ലേ ഗുജറാത്തിലെ സനോജ് കുമാറില്ലേ അങ്ങനെ മാത്രമാണ്. മാന്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. ജാഗോ സ്പേസിനെ പോലെ വെറുപ്പിക്കലല്ല. അത് പറയാം ജാട കാണിച്ചു. പിന്നെ പുള്ളി ഒരു ജാഗോ സ്പേസിലെ ആങ്കർ സ്നേഹ എന്റെ ഇന്റർവ്യൂ ചെയ്തപ്പോ പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. 22 വയസ്സിൽ കാണിക്കാമെന്നാണ് കാണിച്ചത്. അങ്ങനത്തെ ചോദിക്കാൻ പാടില്ല. ഇപ്പൊ കാണിച്ചുകൊണ്ടാണല്ലോ വൈറലായത്. ഞാൻ PhD ചെയ്യാന്ന് പറഞ്ഞു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ. പിന്നെ വയറിലെ ആറാട്ടം ആ ഒരു പുച്ഛം കണ്ടു. അതാണ് ഞാൻ റിയാക്ട് ചെയ്തത്. പുച്ഛിക്കലുണ്ട്. അത് ഇവനോട് കാണിച്ചു. പുച്ഛിക്കലുണ്ട്. അത് ശരിയായ അതുകൊണ്ട് റിയാക്ട് ചെയ്തത്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന താങ്ക് യു സോ മച്ച്. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറെ ഗോളുകളും കുറെ ആഗ്രഹങ്ങളും അതൊക്കെ സാധിക്കട്ടെ എന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഇതുവരെ ഇന്റർവ്യൂവിൽ വെച്ച് ഏറ്റവും നല്ല ഇന്റർവ്യൂ താങ്ക് യു സോ മച്ച്. മാന്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ താങ്ക് യു.